നാം ഇനി അടിമത്തിൽ കുടിപോരുത്. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫയർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ലോർഡ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം, അല്ലെങ്കിൽ ഏറെ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ക്രൈസ്റ്റീസിൻ്റെ കൃപയിലേക്ക് കടന്നു വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തക്കണം. അവർ ഓൺലോഡ് ജീസസ് ക്രൈസ്റ്റ് ഹെൽപ്പ് ചെയ്തതിന് അവർക്ക് താങ്ക് യു. അവർ ഓൺലോഡ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക്സ് ബി ടു ഗോഡ് ഹൂ ഗീസ് എ വിക്ടറി ത്രൂ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഡെത്ത് ഈസ് ഓളോഡ് അപ്പ് ഇൻ വിക്ടറി. ദ ലാസ്റ്റ് എനിമി ടു ബി ഡിസ്ട്രോയ്ഡ് ഈസ് ഡെത്ത്. ജയിക്കുന്നതിന് രണ്ടാം എണ്ണത്തിൽ ദോഷം വരികയില്ല. For Bethany Hon Calvary, our Lord Jesus Christ Himself took our infirmities and bore our sicknesses. For Bethany Almighty, as we be for Bethany Hon Calvary, God is not ever confusion, but His by stripes you are healed. Pullington. നാം ഇനി അടുപ്പത്തിൽ കുടിപോരുത്. പുള്ളിംഗ് ഡോൺ ഹോൾസ് ക്യാൻസിൻ്റെ ഓൺ ഇമാജിനേഷൻസ്. വളരെ ഗുഡ് വാർഫെയർ, ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. For Bethany Hon Carter Liberty. ക്യാൻസിൻ്റെ ഓൺ ഇമാജിനേഷൻസ്. ഇത് വലിയുള്ള ഏരിയ, തിരുമലയ്ക്കടുത്ത്. കർത്താവായ ക്രിസ്ത്യസിൻ്റെ കൃപകൾ വലത്തെ കാലിലെ വെരിക്കോസ് വെയിൻ സർജറിയൊക്കെ കഴിഞ്ഞ് ഈ വണ്ണം സർജറി കഴിഞ്ഞിട്ട് വണ്ണം എന്താണ് ഫോർ ബെഥനി ഹോൻ കാൽബട്ടി നടക്കാൻ, ഫോർ ബെഥനി ഹോൻ കാണ്ടറിൽ പറ്റി നടക്കാൻ കഴിയുന്നത് തന്നെ ഓർലോഡ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോർ ബെഥനി ഹോൻ കാൽബട്ടി സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റസ് മെനസ് ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗെയിൻ വിത്ത് യോക്ക ബോണ്ടി ഫ്രീലി. നാം ഇനി അടിമത്തിൽ കൂടി വരുന്നത് ഓർലോഡ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോർ ബെഥനി ഹോൻ ബട്ടി. ഗ്രേസ് അല്ല, മറ്റൊന്നുമല്ല, പുള്ളിംഗ് ഡോൺ ഫ്രീലി. കർത്താവ് യേശു ക്രിസ്തു 2026 ധാരാളമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. വളരെ ഗുഡ് വാർഫെയർ, ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. ഡിസംബർ ആ സമയത്തൊക്കെ ഒരു ഡിസംബർ മാസത്തിൽ, അതായത് ഏകദേശം ഒരു പകുതി കഴിഞ്ഞ സമയത്ത് ചുമയുടെ ചില അസ്വസ്ഥതകൾ തുടങ്ങിയെങ്കിലും ക്രൈസ്റ്റ് ജീസസ് എന്നെ എന്ത് ചെയ്തു, ഹീൽ ചെയ്തു. നിരീശ്വരാദികളോടെ കേൾക്കാനാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അതിനിടയ്ക്ക് ഫോർ ബെഥനി ഹോൻ കാൽവറി അമ്മയുടെ ഫ്രണ്ടായിരിക്കുന്ന വയനാട് മിസ്സസ് റൈൻ ആൻറ്റിയുടെ നാട്ടിലൊക്കെ പോകുവാനും ആ ചുമയെ ക്രൈസ്റ്റ് ജീസസ് ക്യാൻസൽ ചെയ്ത് തുടങ്ങുവാൻ ഇടയിൽ തരുന്നു. ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ഒക്കെ പോകുവാനും, കോഴിക്കോട് വഴി വയനാട് പോകാനും, വയനാട് പോയിട്ട് തിരിച്ച് കോഴിക്കോടൊക്കെ വരുവാനും, പിന്നീട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ, വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിനിൽ മടങ്ങി ട്രിവാൻഡ്രത്തേക്ക് വരുവാനും, ഹാപ്പി ന്യൂ ഇയർ ആര്യനാട് രാജു പാസ്റ്ററോടെയൊക്കെ പോകാനും ചുമയുടെ അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിലും ക്രൈസ്റ്റ് ജീസസ് എന്ത് ചെയ്തു, കംഫോർട്ട് ഫോർ ബെഥനി വേണ്ടി ഗോഡ് ഓഫ് ആൾ കംഫോർട്ട് ഫ്രീലി അദ്ദേഹം കംഫോർട്ട് ചെയ്യാൻ കൊണ്ട് ഇടയിൽ തരുന്നു, കൺസോൾ ചെയ്യാൻ കൊണ്ട് ഇടയിൽ തരുന്നു. ജനുവരി ഒരു 8 ആയപ്പോഴത്തേക്കും 7 ആയപ്പോഴത്തേക്കും ചുമച്ച ഒരു കഫിംഗ് ഫിറ്റ് വരുത്തി. അതിനുശേഷം പഴയതുപോലെയൊക്കെ ആക്റ്റീവ് ആകാൻ ഇടയിൽ തരുന്നു. പിന്നീട് ജനുവരി മാസം ഒരു 15-ാം തീയതിക്ക് അടുപ്പിച്ച് കുട്ടിൻ്റെ ഹോംവർക്കൊക്കെ ചെയ്തു തുടങ്ങിയവനെ ഹെൽപ്പ് ചെയ്യുവാനും, പിന്നെ ജനുവരിയിൽ തന്നെ ജനുവരി 9 വെള്ളിയാഴ്ച ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റൽ, അതായത് ഈസ്റ്റോട്ടൊക്കെ പോയി മെഡിസിൻ കഴിച്ചു തുടങ്ങാൻ ഇടയായിരുന്നു. 16-ാം തീയതി പോയി. പിന്നെ ജനുവരി 27-ാം തീയതി പോയി. റിപ്പബ്ലിക് ദിനത്തിൻ്റെ പിറ്റേ ദിവസം ക്രൈസ്റ്റ് ജീസസ് ധാരാളമായി സഹായിച്ചു. ഇതിനിടയിലും ധാരാളം പുഷപ്പ് ചെയ്യാൻ, എക്സസൈസ് ചെയ്യാനും നടക്കാനൊക്കെ ക്രൈസ്റ്റ് ജീസസ് സഹായിച്ചു. കയറ്റമൊക്കെ കയറി നടക്കുവാനും ക്രൈസ്റ്റ് ജീസസ് സഹായിച്ചു. ക്രൈസ്റ്റ് ജീസസ് ക്ഷീണം തോന്നാതോണം ക്രൈസ്റ്റ് ജീസസിനെ കാത്തുകൊണ്ട് നല്ലപോലെ എക്സസൈസ് ചെയ്യുവാൻ, ആ ബലഹീനതയ്ക്കിടയിലും ശ്വാസതടസ്സമൊന്നും വരാത്ത രീതിയിൽ ക്രിസ്തേശു എന്ത് ചെയ്തു, എന്നെ സഹായിച്ചു. ശ്വാസതടസ്സത്തേക്ക് അതിജീവിച്ചു. കയറ്റമൊക്കെ കയറുവാൻ തക്കണം ക്രിസ്തേശു സഹായിച്ചു. ഫോർ ബെഥനി ഹോൻ കാൽവറി നിരീശ്വരാദികളെ കൊണ്ടൊന്ന് കേൾക്കണം. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസം കുറച്ച് പ്രശ്നങ്ങൾ, വീക്ക്നെസ് ശരീരത്തിലുണ്ടായിരുന്നെങ്കിലും ക്രൈസ്റ്റ് ജീസസ് എന്നെ സഹായിച്ചു. ഫെബ്രുവരി ഒരു 26-ാം തീയതി അടുപ്പിച്ച് ബോഡിക്കൊരു വീക്ക്നെസ്, അതായത് ചെറിയൊരു പെയിൻ പോലെയൊക്കെ തോന്നിയെങ്കിലും പിന്നെ ദാറ്റ് മേ ബി ചിലപ്പോൾ പെയിനാകാം, ഓർ പെയിൻ ലൈക്ക് ആകാം, അല്ലെങ്കിൽ ഓർ ബോത്ത് ആകാം. ചെസ്റ്റ് പെയിനിൽ നിന്നൊക്കെ ക്രിസ്തേശു വിടുവിച്ചു. ഫോർ ബെഥനി ഹോൻ കാണ്ടർ ലിബർട്ടി. പിന്നീട് അതിനുശേഷം 27-28 ഫെബ്രുവരി 27-28 ക്രൈസിസ് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. 26-നും ഹെൽപ്പ് ചെയ്തു. മാർച്ച് മാസം ഒരു 6 ആയപ്പോഴത്തേക്കും ബോഡിക്കൊരു പെയിൻ പോലെയൊക്കെ തോന്നി. പെയിൻ, ചെറിയൊരു പെയിൻ പോലെ, ഓർ ലൈക്ക് ഓർ ബോത്ത്. പെയിൻ ഓർ പെയിൻ ലൈക്ക് ഓർ ബോത്ത്, അതിൽ നിന്നൊക്കെ വിടുവിച്ചു. മാർച്ച് മാസം 7-ാം തീയതി ശനിയാഴ്ച
എന്ത് ചെയ്തു, കുട്ടുമോൻ ഇവിടെ പരീക്ഷ ആനുവൽ എക്സാമിനോടുള്ള ബന്ധത്തിൽ വലിയോള ഹോമിലേക്ക് പേയാട് ചീലപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് മടങ്ങി വരാൻ ഇടയിൽ തരുന്നു. അവനെയൊക്കെ ഹെൽപ്പ് ചെയ്യുവാനും രാത്രി ആ സമയത്ത് ഫെബ്രുവരി 27 തൊട്ട് അമ്മ അവിടെ കട്ടിൽ കിടക്കുമ്പോൾ ആ റൂമിൽ തന്നെ താഴെ കിടക്കുമെന്നൊക്കെ കൊണ്ട് ഇടയിൽ തരുന്നു. അമ്മയുടെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്തും ക്രിസ്തു ധാരാളം ഹെൽപ്പ് ചെയ്തു. കുട്ടു മോൻ കടന്നു വന്ന ശേഷം 2 ആഴ്ചയും അമ്മയുടെ റൂമിൽ തന്നെ കിടക്കുമെന്നൊക്കെ ക്രിസ്തു സഹായിച്ചു. ദാറ്റ് മീൻസ് അമ്മയിലും ഞാൻ തറയിലും കിടന്ന ഒബ്സർവേഷനിൽ അവിടെയും ക്രിസ്തു യാതൊരു മരണമോ യാതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശ്വാസതടസ്സമോ അങ്ങനെയൊന്നും വരാതൊന്നും ക്രിസ്തു ഹെൽപ്പ് ചെയ്തു. അതിൽ നിന്നൊക്കെ വിടുവിച്ചു. യാതൊരു വിധമായ മരണമോ അല്ലെങ്കിൽ പിന്നെ യാതൊരു ദുഃഖമോ മുറവിളിയോ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റോ ഒന്നും വരാതൊന്നും ക്രിസ്തു ഹെൽപ്പ് ചെയ്തു. ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാതെ ക്രിസ്തു സൗജന്യമായി രക്ഷിച്ചു. പുള്ളിംഗ് ഡൊണസ്റ്റോ ഹോൾസ് ഗോഡ് ഈസ് നോട്ട് ദി അതർ ഓഫ് നാമിനെ അടിമത്തിൽ കൂടി വരും. ദാറ്റ്സ് ഫ്രീ പീസ് ടു ഫോർ ബിദനിയോട് ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ വിട്ട പീസ്. അതിനുശേഷം പരീക്ഷ എല്ലാം കഴിഞ്ഞ് ഒട്ടുമോ മടങ്ങിപ്പോയ സമയത്തും ക്രിസ്തു ധാരാളമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തു. ആരോഗ്യവും സൗഖ്യവും നൽകി. അത് തന്നെ വലിയൊരു ഫോർ ബിദനി നാമിനെ അടിമത്തിൽ കൂടി പെടും. ലിവിംഗ് ഗോഡ് ഈസ് റിച്ച്ലി ആൾട്ടിങ് സിൻസ് ഒരു ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം യുവർ ഫാദർ ഫിലിക്സ്. ഒരു വലിയ ഗുഡ്നെസ്സാണ്. ഏപ്രിൽ മാസം 5-ാം തീയതി, 12-ാം തീയതി, 19-ാം തീയതി, 26-ാം തീയതി ആഴിമല കയറ്റമൊക്കെ നന്നായിട്ട് കയറുവാനൊക്കെ ഇടയിൽ തരുന്നു. ആ സമുദ്രമൊക്കെ എൻജോയ് ചെയ്യാൻ, സമുദ്ര തീരങ്ങളും ആ സമുദ്ര സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ, വിഴിഞ്ഞത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ സഹായിച്ചു. ഇതിനിടയ്ക്കും ആഗസ്റ്റ് 13-ാം തീയതി കുട്ടുവിൻ്റെ റിസൾട്ട് അറിയുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിനിടയ്ക്ക് പുഷപ്സൊക്കെ നന്നായിട്ട് ചെയ്യുവാൻ, എക്സസൈസ് ചെയ്യാനും കയറ്റങ്ങളൊക്കെ കയറുവാൻ ക്രിസ്തു സഹായിക്കുന്നു. ധാരാളം നടക്കുവാൻ ക്രിസ്തു സഹായിച്ചു. ആഹാരമൊക്കെ നല്ലപോലെ കഴിക്കുവാൻ ദൈവം സഹായിച്ചു. താങ്ക് യു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക്സ് ബി ടു ഗോഡ് ഹു ഗിവ്സ് വിക്ടറി ത്രൂ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എക്സീഡിംഗ് ജോയ്. പിന്നീട് ഫോർ ബിദനി യോഹൻ കാൽമ്പട്ടി ഏപ്രിൽ മാസത്തിൽ തന്നെ ധാരാളം യാത്ര ചെയ്യുവാനും ക്രിസ്തു സഹായിച്ചു. പുള്ളിംഗ് ഡൊണസ്റ്റോൺസ്, ക്യാഷിൻ്റെ ഇമാജിനേഷൻസ്. കുട്ടുമോൻ പരീക്ഷ കഴിഞ്ഞ് ചീലപ്പാറയിലേക്ക് മടങ്ങിപ്പോയെങ്കിലും അതൊക്കെ അതിജീവിക്കാൻ ക്രിസ്തു സഹായിച്ചു. ആ ഏപ്രിൽ മാസത്തിൽ തന്നെ എക്സസൈസ് ചെയ്ത കൂട്ടത്തിൽ 14-ാം തീയതി ചൊവ്വാഴ്ച മുതൽ മെയ് മാസം 1-ാം തീയതി വരെ 18 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുവാനും അതിൽ തന്നെ 28-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 17 ഐറ്റം എക്സസൈസ് ഒക്കെ ചെയ്യുവാനും, അതായത് പുഷപ്സൊക്കെ ഒരു 56 അടുപ്പിച്ചൊക്കെ ചെയ്യാനൊക്കെ ക്രിസ്തു സഹായിച്ചു. ഒന്നാമിനെ അടിമത്തിൽ കൂടി വരുത് ഫോർ ബിദനി യോഹൻ കാണ്ടണ്ട് ലിബർട്ടി സഹായിച്ചു. പിന്നീട് മെയ് മാസത്തിൽ ഒരു ടൂർ പോകാൻ, അമ്മയുടെ കൂടെ ഒരു ടൂർ പോകാൻ, വാൽപ്പാറയൊക്കെ ടൂർ പോകാനൊക്കെ കൊണ്ട് ഇടയിൽ തരുന്നു. അവിടെയും ക്രിസ്തു സഹായിച്ചു. എല്ലാവിധമായ ശരീരത്തിൻ്റെ വീക്ക്നെസ്സിൽ നിന്നും ക്രിസ്തുവിനെ വിടുവിച്ചു. ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. പിന്നെ അതിനുശേഷം മെയ് മാസം 5-ാം തീയതി വൈകുന്നേരം ടെറസിനുള്ള എക്സസൈസ് 58 എക്സസൈസ് ചെയ്ത സമയത്ത് ചെസ്റ്റിനൊരു വീക്ക്നെസ് പോലെ തോന്നിയെങ്കിലും ഒരു ചെറിയ പാനിക് പോലെ തോന്നിയും ക്രൈസിസ് അതിൽ നിന്ന് സമർത്ഥമായിട്ട് വിടുവിച്ചു. 6-ാം തീയതി കുട്ടുമോനെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടാക്കിയ സമയത്ത് അമ്മ പെട്ടെന്ന് ചുമച്ചത് മതി, പെട്ടെന്ന് കുളിമുറി ഇറങ്ങിയെന്ന് പറഞ്ഞ സമയത്തും 6-ാം തീയതി ഒരു വൈകുന്നേര സമയത്ത് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ സ്കൂട്ടർ എടുക്കാൻ പോകുന്ന സമയത്തും സ്കൂട്ടർ കയറുന്ന ആ ഒരു സമയത്തും ചെറിയൊരു ചെസ്റ്റ് വീക്ക്നെസ് പോലെ തോന്നിയെങ്കിലും പാനിക് പോലെ തോന്നിയെങ്കിലും പിന്നെ ചെറിയൊരു പാനിക് പോലെ തോന്നി. അതിൽ നിന്നൊക്കെയും ക്രിസ്തു സമർത്ഥമായിട്ട് വിടുവിച്ചു. ഫോർ ബിദനി യോഹൻ കാൽമ്പട്ടി ഇതൊരു ടെസ്റ്റ് മണിയാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നീടുള്ള ഫോർ എക്സാമ്പിൾ മെയ് മാസം 15 ഉച്ച സമയത്തും അതുപോലെ തന്നെ മെയ് മാസം 16-ാം തീയതി ഒരു പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത്, അതായത് വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെസ്റ്റ് പെയിൻ പോലെ തോന്നിയെങ്കിലും ക്രൈസിസസ് അതിൽ നിന്ന് സമർത്ഥമായിട്ട് വിടുവിച്ചു. അത് ചിലപ്പോൾ പെയിൻ ലൈക്കായിരിക്കാം ഓർ ബോത്തായിരിക്കാം. ക്രൈസിസസ് സമർത്ഥമായിട്ട് വിടുവിച്ചു. ഫോർ ബിദനി യോഹൻ കാൾട്ടൺ ലിബർട്ടി ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. ഇൻസൾട്ട് ടു കോർ ഇൻഫർമിറ്റീസ് ആൻഡ് ബോറോ സിക്നസസ്. പിന്നീട് അതിനുശേഷം മെയ് മാസം 23-ാം തീയതി, മെയ് മാസം 7-ാം തീയതി മറ്റേ പൾമോണോളജിസ്റ്റിനെ കാണാൻ പോയ സമയത്ത് അമ്മയുടെ സ്കൂട്ടർ ഓടിച്ച സമയത്തും അങ്ങനെ ഒരു ചെറിയൊരു വീക്ക്നെസ് ഉള്ള തോന്നിയെങ്കിലും ക്രിസ്തു വിടുവിച്ചു. മാർച്ച് മാസം 31-ാം തീയതി ആൾറെഡി വിടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി കഴിച്ച സമയത്ത് നെഞ്ചരിച്ചിൽ പോലെ തോന്നിയെങ്കിൽ അതിൽ നിന്നൊക്കെ ക്രിസ്തു വിടുവിച്ചു. ഫോർ ബിദനി യോഹൻ കാണ്ടൺ ലിബർട്ടി. പിന്നീട് മെയ് മാസം 19-ാം തീയതി രാത്രി സമയത്തും ക്രൈസിസസ് വിടുവിച്ചു. പിന്നീട് അതിനുശേഷം 23rd ഒരു 6:45 സമയത്ത് ആ ഒരു വീക്ക്നെസ്സിൽ നിന്നും ആ സമയത്തുണ്ടായ വീക്ക്നെസ്സിൽ നിന്നും വിടുവിച്ചു. പിന്നീട് അതിനുശേഷം വെരിക്കോസ് വെയിൻ സർജറിക്ക് പോയ ആട്ടോയിൽ ഇരുന്ന സമയത്തും സർജറി 26/5/2026 സമയത്തും ടേബിളിലോട്ട് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വാർഡിൽ നിന്ന് കൊണ്ടുവന്ന സമയത്തും അങ്ങനെ പെയിൻ പോലെ തോന്നിയെങ്കിലും ക്രൈസിസ് അതിൽ നിന്നൊക്കെ വിടുവിച്ചു. പിന്നീട് ഓപ്പറേഷൻ സ്പൈനൽ അനസ്തീഷ്യ, നട്ടെല്ല് കുത്തിയ ആ ഒരു അനസ്തീഷ്യ സമയത്ത്
കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ സമയത്ത് എന്തോ സംതിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിൽ ആ മരണഭീതിയിൽ നിന്നൊക്കെ വിടുവിച്ചു. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് നാമിനെ അടിമത്തിൽ കൂടി വെറുതെ ഹു ഹാസ് ഡെലിവേർഡ് ഫ്രം സോ ഗ്രേറ്റ് എടുത്ത് ഡോത്ത് ഡെലിവറിനു ട്രസ്റ്റേറ്റീവ് ലെറ്റ് ഡെലിവറസ് പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്. പിന്നീട് അതിന് ശേഷവും ഉള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ ക്രിസ്തീശു സമ്പൂർണ്ണമായിട്ട് വിടുവിച്ചു. പിന്നെ അതുപോലെ തന്നെ മെയ് മാസം 28 ഒരു 9:45 സമയത്ത് TV കണ്ടുകൊണ്ടിരുന്ന സമയത്തും അങ്ങനെ ഒരു പെയിൻ പോലെ തോന്നിയെങ്കിലും ആ പെയിനിൽ നിന്നും പെയിൻ പോലെ ഉള്ള അനുഭവത്തിൽ നിന്നും ഒരു ബോത്തിൽ നിന്നും ക്രിസ്തീസ് സൗജന്യമായിട്ട് ഒടിച്ചു, സമൃദ്ധമായിട്ട് ഒടിച്ചു. പിന്നെ മെയ് 31 ഒരു സമയത്തും, അതായത് ഇന്നലെ ഒരു നൈറ്റിനോട് അടുപ്പിച്ച സമയത്തും അങ്ങനെയുള്ളൊരു പെയിനിൽ നിന്നും രാവിലെയുള്ള സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നെല്ലിക്കയൊക്കെ കഴിച്ച സമയത്ത് അങ്ങനെ അസ്വസ്ഥ ഉണ്ടായിരുന്നും ക്രിസ്തീസ് സൗജന്യമായിട്ട് സമൃദ്ധമായിട്ട് ഒടിച്ചു. ജൂൺ മാസം 1 വീണ്ടും പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് കാസിൻഡോൺ ഇമേജിനേഷൻസ് നാമിനെ അടിമത്തിൽ കൂടി ഒരു ആശ്രയിപ്പിച്ചു. 4 ബദനീഹങ്ങൾ വേണ്ടി ജൂൺ മാസം 1 വീണ്ടും ഒരു പ്രഭാതം കാണുവാൻ ഓറോളോട് ജീസസ് സൗജന്യമായി ഹെൽപ്പ് ചെയ്തു, സമൃദ്ധമായി ഹെൽപ്പ് ചെയ്തു. 4 ബദനീഹം കാണ്ടർ ലിബർട്ടി. ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് then you and your family will be saved. ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് then you and your family will be saved. മറ്റൊരുത്തന്നെ രക്ഷയില്ല, നാം രക്ഷാപ്പൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമല്ല. ഞാൻ എൻ്റെ കുടുംബം ഞങ്ങളെ യഹോവ സേവിക്കും. ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് then you and your family will be saved. If you confess with your mouth that നാം എന്നെ അടിമത്തിൽ കൂടി വരും. If you confess with your mouth that Jesus Christ is Lord and believe with your heart that God has raised him from the dead, then you shall be saved. For with the heart man believeth unto righteousness, and with the mouth the confession is made unto salvation. For whoever calls upon the name of the Lord for by the name Calvary, for whoever calls upon the name of the Lord shall be saved. If a person believeth and is baptized in the name of our Lord Jesus Christ, that person shall be saved. If a person believeth not, that person shall be condemned. For with the mouth, for with the heart man believeth unto righteousness, and with the mouth confession is made unto salvation. For by the name Calvary, God is not the other confusion but a peace. For whoever calls upon the name of the Lord shall be saved. Every good gift and every perfect gift is coming from above, the Father of all, is a living God who gives richly all things enjoy. Stand fast and liberty with the Christ as free, and be not entangled again with the yoke of bondage. Pulling down strongholds, for by the name carnal liberty. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും ഒരുപോലെ ജഡരക്തങ്ങളോട് കൂടിയനെ മരണത്തിൻ്റെ തീരെ പിശാചിനെ ജീവിതം എന്ന രീതിയിൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. For as much then as the children are partakers of flesh and blood, he also himself took us. He also himself likewise took part of the same, that through death he might destroy him. That had the power of the death, that is the devil, and deliver them who through fear of death were all their lifetime subject to bondage. For verily he took not on him the nature of angels, but he took on him the seed of Abraham. നാം അടിമത്തിൽ കൂടി പോരുത്. ആശ്രയിപ്പിച്ചു നാം അടിമത്തിൽ കൂടി പോരുത്. Wherefore in all things it behold him to be made like unto his brethren, that he might be a merciful and faithful high priest,
in things pertaining to God, to make reconciliation for the sins of the people, for in that he himself has suffered being tempted, he is able to succor them that are tempted. The gift of God is eternal life through Jesus Christ our Lord. The will of God is sanctification. For God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but everlasting life. നാം അടിമത്തിൽ കൂടി പോരുക.